സഹോദരങ്ങളെ, കർത്താവിൻ്റെ മിഷൻ വളരുവാനും നിലനിൽക്കുവാനും ആവശ്യമായ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രാർത്ഥന. പ്രാർത്ഥനയുടെ അടിത്തറയിന്മേലാണ് കർത്താവിൻ്റെ മിഷൻ വളരുന്നത്. ദൈവരാജ്യ ശുശ്രൂഷകളുടെ അടിത്തറ പ്രാർത്ഥനയാണ്. വേണ്ട വിധം പ്രാർത്ഥനയില്ലെങ്കിൽ വളരുന്ന ഒരു ശുശ്രൂഷകൾക്കും നിലനിൽപ്പില്ല. കർത്താവിൻ്റെ മിഷൻ ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ, ജനപദങ്ങളിൽ നിലനിന്ന് വളരണമെങ്കിൽ ദൈവജനത്തിൻ്റെ പ്രാർത്ഥന കൂടിയേ തീരൂ. മിഷന്റെ വളർച്ചയുടെ വളം പ്രാർത്ഥനയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ മിഷൻ ഒരുപാട് വെല്ലുവിളികളുടെ മധ്യയാണ്. ദൈവവചനത്തിന് വിരുദ്ധമായ ഒത്തിരിയേറെ പ്രതിസന്ധികൾ ഈ തലമുറയിലുണ്ട്. വിശ്വാസത്യാഗം, അനേകർ വിശ്വാസം നഷ്ടപ്പെടുത്തുന്നു. സത്യവിശ്വാസത്തിന് വ്യതിചലിച്ചു പോകുന്നു. ആത്മീയ കാര്യങ്ങളിൽ നിസ്സംഗതയും നിഷ്ക്രിയത്വവും, ലൗകികരും ജഡീകരുമായി മാറുന്ന ഒത്തിരിയേറെ ആത്മാക്കള് വിശ്വാസ വെളിച്ചം മനുഷ്യ ജീവിതങ്ങളിൽ കെട്ടുപോകുന്നൊരു കാലം. കർത്താവിനെ പ്രതി, വിശ്വാസത്തെ പ്രതി നടമാടുന്ന ഉഗ്രമായ മതപീഡനങ്ങൾ ഈ കാലഘട്ടത്തിൽ വലിയൊരു വെല്ലുവിളിയാണ് മിഷൻ. ആയിരങ്ങളല്ല, പതിനായിരങ്ങൾ ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ പീഡിതരാകുന്നു. പാപമ്ലേച്ഛതയുടെ അതിപ്രസരങ്ങൾ, സുഖലോലുപത, വിവിധങ്ങളെ ആസക്തികളുടെ കലുഷിതമായിട്ടുള്ള വ്യാപനം, ലൈംഗിക അരാജകത്വങ്ങൾ, കലഹങ്ങൾ, അനൈക്യങ്ങൾ, വിഭാഗീയതകൾ, ഇതെല്ലാം മനുഷ്യ ജീവിതങ്ങളെ താറുമാറാക്കുന്നു. ഇതെല്ലാം കർത്താവിന്റെ മിഷന് വലിയ വെല്ലുവിളികളാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് കർത്താവിന്റെ മിഷൻ ദേശങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്കും സ്വർഗം ആഗ്രഹിക്കുന്നത് പോലെ വ്യാപിക്കണമെങ്കിൽ ദൈവജനത്തിന്റെ സമർപ്പണത്തോടു കൂടിയ പ്രാർത്ഥന കൂടിയേ തീരൂ. പ്രാർത്ഥനയുടെ ആത്മാവിലാണ് ദൈവരാജ്യ ശുശ്രൂഷകൾ വളരുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് പറഞ്ഞ ശ്രേഷ്ഠമായൊരു വചനം ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 36-ാം വചനത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്തു ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുക. ഈ വചനം വളരെ ശക്തമാണ്. സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന് മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്തു ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുക. എന്റെ സഹോദരങ്ങൾ, ഇന്ന് ലോകത്തിലും സഭയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ ആത്മീയ തകർച്ചകളുണ്ട്. മനുഷ്യ മനസ്സിന് ദുർബലമാക്കുന്ന വിധത്തിലുള്ള ലൗകികതയുടെ അതിപ്രസരങ്ങൾ, ഇത് വലിയൊരു കെണിയാണ്. സുഖലോലുപത, ഇന്ന് അനേകം ആത്മാക്കള് ഈ കെണിയിൽ അകപ്പെട്ടു പോയിരിക്കുകയാണ്. ജീവിതം ഒന്നേയുള്ളൂ, അത് മാക്സിമം എൻജോയ് ചെയ്യണം, സുഖിക്കണം, എനിക്ക് സുഖിച്ച് ജീവിക്കണം. അവിടെ ദൈവവചനത്തിനോ പരിശുദ്ധ കുദാശകൾക്കോ കർത്താവിന്റെ സത്യവചനത്തിനോ സുവിശേഷ മൂല്യങ്ങൾക്കൊന്നും യാതൊരു പ്രാധാന്യവുമില്ല. അതൊന്നും എനിക്ക് വിഷയമല്ല. എനിക്ക് സുഖിക്കണം, എനിക്ക് എൻജോയ് ചെയ്യണം. സുഖലോലുപതയുടെ രൂപി ഇന്ന് അനേകം ആത്മാക്കളെ പിടികൂടിയിരിക്കുന്നു. പരിശുദ്ധ വചനം പറയും, ഇതൊരു കെണിയാണ്.
ഈ കെണിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ കർത്താവ് പറഞ്ഞ ഏക വഴി പ്രാർത്ഥനയാണ്. പ്രാർത്ഥന, പ്രേ പ്രേ. നിങ്ങൾ ജാഗ്രതയുള്ളവരാകണം. നമ്മൾ ജാഗ്രത കാണിക്കേണ്ടത് പ്രാർത്ഥനയിലാണ്. പ്രാർത്ഥിക്കാത്ത ആത്മാവിനെ പിശാച് നശിപ്പിച്ചു കളയും. പ്രാർത്ഥിക്കാത്ത ജീവിതങ്ങളെ ഈ കെണിയിൽ സാത്താൻ അകപ്പെടുത്തും. എത്ര ആത്മാക്കൾക്കാണ് ഓരോ ദിനവും നാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സുഖലോലുപതയുടെ വിവിധങ്ങളായ ആസക്തികളുടെ കെണികളിൽ, ജീവിത വ്യഗ്രതയുടെ കെണികളിൽ, ഈ ലോകത്തിന് ഇമ്പങ്ങളും നിറങ്ങളും വിവിധങ്ങളായ മ്ലേച്ഛതയുടെ കെണികളിൽ അനേകം മനുഷ്യരെ പിശാച് അകപ്പെടുത്തി കളയുന്നു. കർത്താവ് പറഞ്ഞു, ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ നിങ്ങൾ പ്രാർത്ഥനയിൽ ജാഗ്രതയുള്ളവരാകണം. എൻ്റെ സഹോദരങ്ങളെ, ദൈവജനം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. വീണ്ടും സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയെ പത്രോസ്ലീഗ താൻ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 7-ാം വചനത്തിൽ സഭയെ പഠിപ്പിക്കുകയാണ്. സകലത്തിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. അതിൻ്റെ അടയാളങ്ങളാണ് ലോകത്തിനും സഭയിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാലത്തിൻ്റെ പ്രത്യേകതകൾ. ആകയാൽ നിങ്ങൾ സമചിത്തരും പ്രാർത്ഥനയിൽ ജാഗരൂകരുമായിരിക്കുവിൻ. എത്ര ശക്തമാണ് വചനം! എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മ നമ്മൾ അറിയിക്കുകയാണ്, നമ്മൾ സമചിത്തരാകണം. സെൽഫ് കൺട്രോൾ, ആത്മസംയമനമുള്ളവരെ, ആത്മനിയന്ത്രണമുള്ളവരെ. വികാരങ്ങളല്ല നമ്മളെ നിയന്ത്രിക്കേണ്ടത്, മറിച്ച് പരിശുദ്ധാത്മാവാണ്. കർത്താവിൻ്റെ വചനം നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു അഭിഷേക തലത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടണം. നിങ്ങൾ സമചിത്തത പാലിക്കണം. രണ്ടാമത് പറയാ, പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കണം. വാച്ച് ആൻഡ് പ്രേ. നിങ്ങൾ പ്രാർത്ഥനയിൽ അതീവ സൂക്ഷ്മതയുള്ളവരാകണം. ഇല്ലെങ്കിൽ ഈ കെണികളിൽ അകപ്പെട്ടു പോകും. നമുക്ക് ആത്മനാശം സംഭവിക്കും. കർത്താവിൻ്റെ മിഷൻ തളർന്നു പോകും. ദൈവരാജ്യ ശുശ്രൂഷകൾ ദുർബലമാകും. ദൈവജനം അലസതയിലും ആത്മീയ അന്വേഷണതയിലും അശ്രദ്ധയിലും ശുഷ്കാന്തിയില്ലായ്മയിൽ അകപ്പെട്ടു പോയാൽ കർത്താവിൻ്റെ മിഷൻ പരാജയപ്പെടും. സ്വർഗം ആഗ്രഹിക്കുന്നത് പോലെ ദൈവവചനത്തിന് മുന്നേറ്റം ലഭിക്കണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥനയുടെ ആത്മാവിൽ നിറയണം. ഈ ആത്മാവിൽ നയിക്കപ്പെടണം. ദൈവജനത്തിന്റെ പ്രാർത്ഥനയിലാണ് മിഷൻ വളരുന്നത്, അതിന്റെ അതിരുകൾ വിശാലമാക്കുന്നത്, ആയിരങ്ങൾ പതിനായിരങ്ങൾ കർത്താവിനെ കണ്ടുമുട്ടുന്നത്, അവർ നിത്യജീവൻ സ്വന്തമാക്കുന്നത് പ്രാർത്ഥനയുടെ ആത്മാവിലാണ്. ഞാൻ വിശ്വസിക്കുന്നു മറ്റെന്തിനേക്കാളും വിലപ്പെട്ടത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കാൻ നമുക്ക് ഒരു സമർപ്പണമുണ്ടെങ്കിൽ നമ്മളെ തകർക്കാൻ ആർക്കും പറ്റില്ല സഹോദരങ്ങളെ. പ്രാർത്ഥനയുടെ സാധ്യത ദൈവത്തോളം വരുന്ന സാധ്യതയാണ്. പ്രാർത്ഥനയാൽ എല്ലാം സാധ്യമാണ്. എല്ലാം സാധ്യം, സർവ്വതും സാധ്യം. എന്തിനാ ദൈവത്തിന്റെ പൈതലേ നീ അസ്വസ്ഥപ്പെടുന്നത്? പ്രാർത്ഥിക്കാൻ നിനക്ക് തീരുമാനമുണ്ടോ? നിന്റെ മുൻപിൽ അടഞ്ഞ വഴികൾ തുറക്കപ്പെടും. നിന്റെ മുൻപിൽ അസാധ്യതകൾ സാധ്യതകളാകും. നിന്റെ മുൻപിൽ ദുർഗമങ്ങളെ കോട്ടകൾ തകർന്നു വീഴും. നിന്റെ മുൻപിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. പ്രാർത്ഥിക്കാൻ തീരുമാനമുണ്ടാകും. പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കും. എന്റെ സഹോദരങ്ങളെ, ആദിമസഭയിൽ അപ്പോസ്തലന്മാര് അവര് പറഞ്ഞു, ആദിമസഭയുടെ വളർച്ച അപ്പോസ്തല പ്രവർത്തനങ്ങൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ അതിവേഗം കർത്താവിൻ്റെ സഭ വളർന്നു. ഓരോ ദിനവും ആയിരങ്ങൾ സഭയോട് ചേർക്കപ്പെട്ടു. കർത്താവിൻ്റെ മിഷൻ ആദിമസഭയിൽ വളരെ ശക്തമായിരുന്നു. പതിനായിരങ്ങൾ കർത്താവിൻ്റെ മഹത്വം ദർശിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ മിഷൻ ആദിമസഭയിൽ ഇത്ര വേഗം വളർന്ന് പന്തലിച്ചത്? അതിൻ്റെ അടിസ്ഥാന കാരണം അപ്പോസ്തല പ്രവർത്തനങ്ങൾ 6-ാം അധ്യായം 4-ാം വചനത്തിൽ നമുക്ക് കാണാൻ പറ്റും. Acts 6:4 അപ്പോസ്തലന്മാർ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും നിരന്തരം വ്യാപരിച്ചു കൊള്ളാം. എല്ലാവരും ശ്രദ്ധിക്കണമേ, ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും നിരന്തരം വ്യാപരിച്ചു കൊള്ളാം. ഇതാണ് നമ്മുടെ അടിസ്ഥാന വിളി. പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഞങ്ങൾ വ്യാപരിക്കാം.
മറ്റ് അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ, മറ്റ് ബാഹ്യമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ സഭയിൽ ഓരോ ദിവസവും നടക്കേണ്ട അനുദിനമായ ചില കാര്യങ്ങൾ, അതിനോട് ബന്ധപ്പെട്ട ഒത്തിരിയേറെ കോർഡിനേഷൻ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം വിശ്വസ്തരായ അഭിഷേകമുള്ളവരെ അപ്പോസ്തലന്മാരെ ഏൽപ്പിക്കാൻ അവരെ നിയമിക്കുകയാണ്. അവരെന്തിലാ ശ്രദ്ധ പതിപ്പിച്ചത്? പ്രാർത്ഥനയിലും വചനത്തിലും. പ്രാർത്ഥനയിലും ദൈവവചനത്തിലും. എല്ലാവരും ഒന്ന് പറഞ്ഞേ, പ്രാർത്ഥനയിലും ദൈവവചനത്തിലും. ഇതായിരിക്കണം നമ്മുടെ ഫോക്കസ്. അതായിരിക്കും. ഇതുള്ള കുടുംബങ്ങളെ തകർക്കാൻ ഒരു തിന്മയ്ക്കും പറ്റില്ല. ഇതുള്ള മിനിസ്ട്രികളെ നശിപ്പിക്കുവാൻ ഒരു അന്ധകാര ശക്തിക്കും സാധ്യമല്ല. കർത്താവിന്റെ കരങ്ങളാണ് ഈ മിനിസ്ട്രികളെ പരിപാലിക്കുകയും വളർത്തുകയും ചെയ്യുന്നത്. ഞങ്ങൾ പ്രാർത്ഥനയിലും ദൈവവചനത്തിലുമായിരിക്കാം. എന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു വചനം. പലപ്പോഴും നമ്മൾ ഷെക്കേൻഡ് ന്യൂസ് അല്ലെങ്കിൽ പല വിധത്തിലുള്ള മീഡിയ ശുശ്രൂഷകൾ, മറ്റ് ആത്മീയ ശുശ്രൂഷകളോടൊക്കെ തിരക്കിൽ വിടുമ്പോൾ പരിശുദ്ധാത്മാവൻ ഓർമ്മിപ്പിക്കാറുണ്ട്, നിന്റെ അടിസ്ഥാന വിളി പ്രാർത്ഥനയും ദൈവവചനവുമാണ്. കർത്താവിന്റെ വചനം പ്രഘോഷിക്കുക, അതാണ് അടിസ്ഥാന വിളി. ടെലിവിഷന്റെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ, അതൊക്കെ കർത്താവ് അതിന് യോഗ്യരായവരിലൂടെ പ്രവർത്തിച്ചുകൊള്ളും. അവിടെ അലസനാവാനും അശ്രദ്ധയുള്ളവനാകാനല്ല വചനം പറയുന്നത്, മറിച്ച് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് പ്രാർത്ഥനയിലേക്കാണ്. ഞാൻ വിശ്വസിക്കുന്നു ദൈവരാജ്യത്തിന്റെ സകല ശുശ്രൂഷകളെ നിയന്ത്രിക്കുന്നത് പ്രാർത്ഥനയുടെ ആത്മാവാണ്. പ്രാർത്ഥനയുടെ ആത്മാവാണ്. പ്രാർത്ഥിക്കുവാൻ നമുക്ക് സന്നദ്ധതയുണ്ടെങ്കിൽ ആ ശുശ്രൂഷകൾ ഒരിക്കലും നിന്നു പോവില്ല. ഇന്ന് പല മിനിസ്ട്രികൾ കെട്ടുപോയി, പലതും നിന്നുപോയി, പല കൂട്ടായ്മകളെ ചിതറിപ്പോയതിന്റെ ഒരു പ്രധാന കാരണം അവർ പ്രാർത്ഥനയിൽ നിന്ന് വ്യതിചലിച്ചു പോയി. പ്രാർത്ഥനയുടെ ആത്മാവ് അവർക്ക് പലർക്കും നഷ്ടപ്പെട്ടു പോകുന്നു. ഈ ദുരന്തം എനിക്ക് നിനക്ക് സംഭവിക്കാതിരിക്കാൻ ദൈവത്തിന്റെ പൈതലേ അതീവ ജാഗ്രതയുള്ളവനാകണമെന്ന് നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുക. കർത്താവ് പഠിപ്പിക്കുക. നമ്മുടെ അടിസ്ഥാന വിളി മറക്കരുത്. നമ്മൾ തുടർന്ന് നിങ്ങൾ വചനം പരിശോധിക്കണം. കർത്താവിന്റെ മിഷൻ ആദിമ സഭയിൽ ശക്തമായി വളരുകയാണ്. ആയിരങ്ങൾ, പതിനായിരങ്ങൾ കർത്താവിന്റെ സഭയോട് ചേർക്കപ്പെട്ടു. ദൈവവചനത്തിന് വലിയ മുന്നേറ്റമുണ്ടായി. വചനത്തിന്റെ ശക്തി വെളിപ്പെട്ടു. അതിന്റെ പ്രധാന കാരണം എന്താ? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 3-ാം അധ്യായം 1-ാമത്തെ വചനം. Acts chapter 3 verse 1. 1:1 വചനം പഠിപ്പിക്കുന്നു. എന്താ പറയുക? ഒരു ദിവസം 9-ാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു. 9-ാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് പത്രോസ് യോഹന്നാനും ദേവാലയത്തിലേക്ക് പോകുന്നു. അവര് പ്രാർത്ഥിക്കാൻ പോവാണ്. കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ. അപ്പോസ്തല പ്രമുഖന്മാരാണ് പത്രോസ് ശ്ലീഹ, യോഹന്നാൻ ശ്ലീഹ. അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. ഒരുപാട് തിരക്കുണ്ട് അവർക്ക്. ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതൊന്നും അവരുടെ പ്രാർത്ഥനാ ജീവിതത്തെ ബാധിച്ചില്ല. അവരുടെ മുഖ്യ മുൻഗണന പ്രാർത്ഥനയ്ക്കായിരുന്നു. അവരുടെ സുപ്രീം പ്രയോറിറ്റി പ്രാർത്ഥനയ്ക്കായിരുന്നു. 9-ാം മണിക്കൂറിൽ പ്രാർത്ഥിക്കുവാൻ അവർ ഒരുമിച്ച് ദേവാലയത്തിലേക്ക് പോയി. ഇതാണ് മിഷന്റെ വളർച്ച. ദൈവവചനത്തിന്റെ ശക്തി വെളിപ്പെട്ടുവെന്ന് അപ്പോസ്തല പ്രവർത്തനങ്ങൾ പലപ്പോഴും നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താ? ഈ പ്രാർത്ഥനയാണ് അതിന്റെ അടിസ്ഥാനം. പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിന്മേൽ അവർ സഭയെ പടുത്തുയർത്തി. ദൈവരാജ്യ ശുശ്രൂഷകൾ അവർ പടുത്തുയർത്തുകയാണ്. വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 5:12 വരിക. Acts chapter 5 verse 12. അപ്പോസ്തലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. ഏക മനസ്സോടെ സോളമന്റെ മണ്ഡപത്തിൽ ഒന്നിച്ചുകൂടുക പതിവായിരുന്നു. ഏക മനസ്സോടെ സോളമന്റെ മണ്ഡപത്തിൽ ഒന്നിച്ചുകൂടുക പതിവ്. എല്ലാ ദിവസവും ദിനംതോറും അവർ ഒന്നിച്ചുകൂടി. എന്തിനൊന്നിച്ചുകൂടിയത്? പ്രാർത്ഥിക്കുവാനായിട്ട്. അവർ ലോകവർത്തമാനങ്ങൾ പറഞ്ഞിരിക്കല്ല, നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി സമയം കളയാനല്ല അവർ ഒന്നിച്ചു കൂടിയത്.
ഏക മനസ്സോടെ ഒരേ ദർശനത്തോടെ കർത്താവിന്റെ മിഷന്റെ വളർച്ചയ്ക്ക് വേണ്ടി, ഇവാഞ്ചലൈസേഷന് വേണ്ടി, സഭയുടെ നന്മയ്ക്ക് വേണ്ടി അവർ ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് സ്വർഗം മറുപടി നൽകി. ആദിമസഭ അതിവേഗം വളർന്നു. രക്ഷ പ്രാപിക്കുന്നവരെ ദിനംതോറും സഭയോട് കർത്താവ് ചേർത്തുകൊണ്ടിരുന്നു. എന്തുകൊണ്ട് ഈ വിധം കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റിയത്? അവർ പ്രാർത്ഥിച്ചു. കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവർ പ്രാർത്ഥിച്ചു. മിഷനു വേണ്ടി അവർ പ്രാർത്ഥിച്ചു. കർത്താവിന്റെ ശുശ്രൂഷകൾ വളർച്ചയ്ക്ക് വേണ്ടി അവർ മുട്ടുമടക്കി. നമുക്കറിയാം, സഭഖണ്ഡത്തിൽ വെച്ച് ഏറ്റവും ശക്തനായൊരു മിഷണറി ആയിരുന്നു വിശുദ്ധ പൗലോസ്. പൗലോസിനെ പൗലോസാക്കിയത് തൻ്റെ പ്രാർത്ഥനാ ജീവിതമാണ്. പൗലോസിന്റെ ജീവിതം നമ്മൾ പഠിക്കണം. ജയിലറകൾ അദ്ദേഹം പ്രാർത്ഥന മുറികളാക്കി മാറ്റി. ശക്തമായി അദ്ദേഹം പ്രാർത്ഥിച്ചു. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹം പ്രാർത്ഥിച്ചത് ജയിലിന്റെ ഇരുട്ടറകളിലായിരുന്നു. ചങ്ങലകളും ഒരു അടിസ്ഥാന സൗകര്യം പോലും അദ്ദേഹത്തിനില്ല. ഇതൊന്നും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ ബാധിച്ചില്ല സഹോദരങ്ങളെ. പലപ്പോഴും നിസ്സാര കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥന മുടക്കുന്നത്. ഞാൻ ഇന്ന് തിരക്കായിരുന്നു, എനിക്ക് അതുണ്ടായിരുന്നു, എനിക്ക് ഇന്നത് ചെയ്തു തീർക്കാനുണ്ടായിരുന്നു, അല്ല ഇന്ന കാര്യം എനിക്കുണ്ട്, എന്തോരം ബിസിയാ ഞാൻ. ഇതൊന്നും നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ ബാധിക്കില്ല. നീ പ്രാർത്ഥനയുടെ ആത്മാവിൽ നിറഞ്ഞൊരു ദൈവ പൈതലാണെങ്കിൽ. നമ്മുടെ മുഖ്യ മുൻഗണന എന്തിനാ സഹോദരങ്ങളെ? നമ്മുടെ കഴിവ് കൊണ്ടാണോ ദൈവരാജ്യ ശുശ്രൂഷകൾ സംഭവിക്കുന്നത്? നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ പവർ, നമ്മുടെ ബുദ്ധി വൈഭവങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ മാനുഷികമായ ശ്രേഷ്ഠത കൊണ്ടൊന്നല്ല കർത്താവിന്റെ മിഷൻ വളരുന്നതും അതിന്റെ അതിരുകൾ വിശാലമാക്കുന്നതും. അതിന്റെ പുറകിൽ പരിശുദ്ധാത്മാവാണ്. മിഷന്റെ ആത്മാവായ പരിശുദ്ധാത്മാവാണ്. മിഷന്റെ മുഖ്യ പങ്കാളിയ പരിശുദ്ധാത്മാവാണ്. ഈ ശുശ്രൂഷയെ വളർത്തുന്നതും വലുതാക്കുന്നതും. ആ പദ്ധതിയോട് സഹകരിക്കാൻ സഹോദര, നീ തയ്യാറാണോ? ആ സഹകരണം നിന്റെ പ്രാർത്ഥനയിലൂടെ സംഭവിക്കേണ്ടത്. നീ പ്രാർത്ഥിക്കണം. അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായം 11-ാം വചനത്തിലോട്ട് വരിക. നമ്മളെ ചിന്തിപ്പിക്കേണ്ട വചനം ഇത്. ആക്ട്സ് ചാപ്റ്റർ 9 വേഴ്സ് 11 എന്താ പറയുന്നത്? കർത്താവ് അവനോട് പറഞ്ഞു. ആരാണ് ഈ അവൻ? അനനിയാസ് ആണ്. ആദിമസഭയിൽ ഒരു മൂപ്പനാണ്. നീ എഴുന്നേറ്റ് ഗൃജവേദി എന്ന് വിളിക്കപ്പെടുന്ന തെരുവിൽ ചെന്ന് യുദാസിന്റെ ഭവനത്തിൽ തർസോസുകാരനായ സാവൂളിനെ അന്വേഷിക്കുക. അവൻ ഇതാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. പൗലോസിനെ പൗലോസാക്കിയത് ഈ ഒറ്റ വചനമാണ്. അവനിതാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. തന്റെ പ്രാർത്ഥനാ ജീവിതത്തെ ഇല്ലാതാക്കാൻ ഒരു തിന്മയ്ക്ക് സാധിച്ചില്ല, ഒരു പ്രതിസന്ധിക്കും ഒരു പ്രതിബന്ധത്തിനും. നമ്മൾ ഇന്നലെ വചന ശുശ്രൂഷയിൽ കണ്ടു എന്തുമാത്രം പ്രതിസന്ധികളിലൂടെ പൗലോസിലേക്ക് കടന്നുപോയി. കൊടിയ ക്ലേശങ്ങൾ, കഷ്ടതകൾ, അപമാനങ്ങൾ, സഹനങ്ങൾ, തകർച്ചകൾ, വിനാശങ്ങൾ, ജയിലറകൾ, ഈർച്ചവാളിന്റെ മുൻപിൽ പല പ്രാവശ്യം നിൽക്കേണ്ടി വന്നു. പക്ഷേ ഇതിനൊന്നും തന്റെ പ്രാർത്ഥനയെ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല. സ്തുതിക്കുന്നു കർത്താവേ. അവനിതാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. തന്റെ അവസാന ശ്വാസം വരെ ഈ വചനത്തിന്റെ കൃപയിൽ അപ്പോസ്തലനായ പൗലോസ് നിലനിന്നു. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിന്റെ മിഷന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ? ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി എല്ലാ ജനപദങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിനെ ഏക കർത്താവായി സ്വീകരിച്ചേറ്റു പറയുവാൻ, ലോക സുവിശേഷവൽക്കരണത്തിനു വേണ്ടി കണ്ണുനീരോടെ കരങ്ങൾ ഉയർത്താൻ നിനക്ക് പറ്റുമോ? മുട്ടുമടക്കാൻ സാധിക്കുമോ? അതിനായി കർത്താവിന്റെ മുമ്പിൽ എളിമപ്പെട്ട് അവന്റെ തിരുമുഖത്തേക്ക് നോക്കാൻ എൻ്റെ സഹോദര നിനക്ക് സാധിക്കുമോ? ഇതാണ് പരിശുദ്ധാത്മാവൻ അറിയേണ്ടത്. അവനിതാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കാനുള്ള ഒരു സമർപ്പണം നമുക്കുണ്ടെങ്കിൽ ഒരു കുറവുമില്ലാതെ ഈ മിഷനെ കർത്താവ് വളർത്തും. അത്ഭുതങ്ങൾ നടക്കും. 121-ാം സങ്കീർത്തനം 1-2 വചനങ്ങളിൽ ദാവീദ് ഹൃദയവ്യഥയോടെ പറയുന്നൊരു കാര്യമുണ്ട്. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? പലപ്പോഴും നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, എനിക്ക് സഹായം എവിടെ നിന്ന് വരും?
ഈ മിനിസ്ട്രി എങ്ങനെ മുന്നോട്ട് പോകും? കഠിനമായ സാമ്പത്തിക ഞെരുക്കങ്ങൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ചെക്കേന ന്യൂസ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ പോകുന്നുണ്ട് സഹോദരൻ. ഒരുപാട് ആവശ്യങ്ങൾ വർദ്ധിച്ചു വരിക. ഒത്തിരി ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങളുണ്ട്. പലപ്പോഴും മാനുഷികമായി ചിന്തിക്കും, സഹായം എവിടെ നിന്ന് വരും? എന്തുമാത്രം നമ്മുടെ ബുദ്ധിക്ക് അതീതമായ പരിപാലന കണ്ടവരാ നമ്മൾ. എങ്കിൽ പോലും ചില സമയങ്ങളിൽ സംശയം ഉണ്ടാവും നമുക്ക്, എവിടുന്ന് സഹായം വരും? എൻ്റെ കുടുംബത്തിന് എവിടുന്ന് സഹായം വരും? ജീവിതം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥ. ആര് എന്നെ സഹായിക്കും? ആര് ഞങ്ങളെ സഹായിക്കും? സഹായത്തിന് വേണ്ടി നട്ടം തിരിയാണ് ആയിരക്കണക്കിന് ജീവിതങ്ങൾ. ആര് സഹായിക്കും? ഇന്ന വ്യക്തി സഹായിക്കും, ആ വ്യക്തി സഹായിക്കും, അല്ലെങ്കിൽ ഇന്ന പ്രസ്ഥാനം സഹായിക്കും. സഹായത്തിന് വേണ്ടി നിലവിളിക്കുന്ന ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ജീവിതങ്ങൾ. എന്നാൽ ദാവീദ് പറയുന്ന വളരെ ശക്തമായൊരു സാക്ഷ്യമുണ്ട്. എനിക്ക് സഹായം വരുന്നത് മനുഷ്യരിൽ നിന്നല്ല. എനിക്കുള്ള സഹായം വരുന്നത് എൻ്റെ ദുരിതത്തിൽ, എൻ്റെ സങ്കടങ്ങളിൽ, എൻ്റെ പ്രതികൂലങ്ങളിൽ. എനിക്ക് ആവശ്യമായ സഹായം വരുന്നത് മനുഷ്യരിൽ നിന്നല്ല, ഈ ലോകത്തിന്റെ ഒരു സംവിധാനത്തിൽ നിന്നുമല്ല. എനിക്കുള്ള സഹായം കർത്താവിൽ നിന്ന് വരുന്നു. 121 സങ്കീർത്തനം 2-ാമത്തെ വചനം. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. കരമടിച്ച് നന്ദി പറഞ്ഞ് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു. നമുക്കുള്ള സഹായം എവിടെ നിന്നാ വരുന്നത്? മനുഷ്യരിൽ നിന്നാണ് അല്ല സഹോദരങ്ങളെ, സർവശക്തനായ കർത്താവിൽ നിന്ന്, ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് നമുക്ക് ആവശ്യമായ സഹായം, കർത്താവിന്റെ മിഷൻ ആവശ്യമായൊരു സഹായം. ഹഡ്സൺ ടൈലർ എന്ന് പറയുന്ന ഒരു വലിയ മിഷണറി അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. കർത്താവിൻ്റെ പ്രവർത്തികൾ, കർത്താവിൻ്റെ ശുശ്രൂഷകൾ കർത്താവിൻ്റെ സമയത്ത് നമ്മൾ ചെയ്യുന്നുവെങ്കിൽ കർത്താവിൻ്റെ പരിപാലനയ്ക്ക് ഒരു കുറവും ഉണ്ടാവുകയില്ല. ഒരു കുറവുണ്ടാവുകയില്ല. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? കർത്താവിൻ്റെ ശുശ്രൂഷകൾ കർത്താവിൻ്റെ സമയത്ത് നമ്മൾ നിർവഹിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ പരിപാലനയ്ക്ക് ഒരു കുറവും ഉണ്ടാവുകയില്ല. സഹോദരങ്ങളെ, പലപ്പോഴും നമ്മൾ മിഷൻ ചെയ്യുന്നത് നമ്മുടേതായ സമയങ്ങളിൽ, നമ്മുടേതായ വ്യഗ്രതകളിലാണ്. പലപ്പോഴും കർത്താവിൻ്റെ പ്രൊവിഡൻസ് നമുക്ക് ലഭിക്കുന്നില്ല. നമ്മൾ പരിശോധിക്കണം. ഞാൻ കൂടെയുള്ള നമ്മൾ ഷെക്കേന ടീമിനോട് പറയാറ്, നമ്മൾ പരിശോധിക്കണം. കർത്താവിൻ്റെ വഴിയിലാണോ നമ്മൾ? പ്രാർത്ഥനയിൽ നമ്മൾ അലസത കാണിക്കുന്നുണ്ടോ? പ്രാർത്ഥനയുടെ ആത്മാവിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നുണ്ടോ? നമ്മൾ അറിയാതെ മന്നോഷരായി മാറുന്നുണ്ടോ? പരിശോധിക്കണം. ദാവീദ് പറഞ്ഞു, എനിക്കുള്ള സഹായം മനുഷ്യരിൽ നിന്നല്ല, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്നാണ് വരുന്നത്. കർത്താവിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു പ്രോമിസ് നമ്മൾ വിശ്വസിക്കണം. പ്രാർത്ഥിക്കുവാൻ നമുക്ക് സമർപ്പണമുണ്ടെങ്കിൽ നമുക്ക് വേണ്ട സഹായങ്ങൾ കർത്താവിൽ നിന്ന് വരും. ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകൾ പണമില്ലാത്തതിൻ്റെ പേരിൽ നിന്നു പോയിട്ടില്ല, തകർന്നു പോയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും തകർന്നു പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കണം, അവർ കർത്താവിൻ്റെ വഴിയിൽ നിന്ന് വ്യതിചലിച്ചു പോയത് കൊണ്ടാണ്. കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് അവർ പിന്മാറിപ്പോയത് കൊണ്ടാണ് പല കൂട്ടായ്മകളിൽ, മിനിസ്ട്രികളിൽ, ദൈവരാജ്യ വേലകളിൽ, പല കുടുംബങ്ങളിൽ കൊടിയ തകർച്ചകൾ വന്നത്. കർത്താവിൻ്റെ വഴിയിലുള്ള, കർത്താവിൻ്റെ സമയത്ത്, കർത്താവിന് മിഷൻ ചെയ്യുന്ന ഒരിടത്തും കർത്താവിൻ്റെ പരിപാലനയ്ക്ക് ഒരു കുറവും സംഭവിക്കില്ല. അതുകൊണ്ട് പ്രതിസന്ധികളെ കണ്ട് നമ്മൾ അസ്വസ്ഥരാകരുത്. ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവിന് മുമ്പിൽ പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ എൻ്റെ ഉള്ളിൽ ആത്മാവ് പ്രകാശിപ്പിച്ചൊരു കാര്യം ഇതാണ്. പല പല പ്രതിസന്ധികൾ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ നമ്മൾ സംശയിക്കരുത്. നമ്മൾ ഒരുപാട് ദൈവപ്രവൃത്തി കണ്ടവരാ. നമ്മൾ പ്രാർത്ഥിച്ചപ്പോഴെല്ലാം കർത്താവ് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നമ്മുടെ മുൻപിൽ അസാധാരണമായ വഴികൾ തുറക്കുന്ന അനേകം ദൈവപ്രവൃത്തികൾ അനുഭവിച്ചവരാണ് നമ്മൾ. ഇനി നമ്മൾ സംശയിക്കരുത് എൻ്റെ സഹോദരങ്ങളെ. അതുകൊണ്ട് പ്രതിസന്ധികളുണ്ട്, പല വിധത്തിലുള്ള വെല്ലുവിളികളുണ്ട്. നമ്മുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുമാറുള്ള ഞെരുക്കങ്ങളും കഷ്ടതകളൊക്കെ വരും. അത് മറ്റൊന്നുമില്ല, കർത്താവ് നമ്മളെ പരിശോധിക്കുകയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട സങ്കീർത്തന വചനമുണ്ട്. പ്രകാരമാണ് പറയുന്നത്, അവൻ പറഞ്ഞ വചനം അവനെ പരിശോധിച്ചു. നമ്മൾ വിശ്വസിക്കുന്ന ഈ വചനങ്ങള്
നമ്മുടെ ജീവിതത്തിൽ തന്നെ കർത്താവ് പരിശോധിക്കും. ഇപ്പൊ ഞാൻ പ്രസംഗിക്കുക, ദൈവം പരിപാലിക്കും, കർത്താവ് സഹായിക്കും, കർത്താവ് വിശ്വസ്തനാണ് എന്നൊക്കെ ഞാൻ 10,000-ങ്ങളോട് വചനം പ്രസംഗിക്കുകയാണ്. ഈ പ്രസംഗിക്കപ്പെട്ട വചനത്തിലൂടെ കർത്താവ് എന്നെ പരിശോധിക്കും. ഇത് എൻ്റെ ജീവിതത്തിലുണ്ടോ പരിശോധിക്കും, നമ്മുടെ കുടുംബങ്ങളെ പരിശോധിക്കും, മിനിസ്ട്രികളെ പരിശോധിക്കും. നമ്മൾ പലരും ഇന്ന് ഈ പരിശോധനയുടെ സമയത്താണ്. അസ്വസ്ഥപ്പെടേണ്ട, കർത്താവിന്റെ പ്രോമീസിൽ വിശ്വസിക്കുക, ഹൃദയം നുറുങ്ങി ചങ്ക് പൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുക. നമ്മൾ പ്രാർത്ഥിക്കാൻ കരങ്ങൾ ഉയർത്തുമ്പോൾ സഹായം കർത്താവിൽ നിന്ന് വരും. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നത് കർത്താവ്. അതുകൊണ്ട് പ്രതിസന്ധികളെ കണ്ട് നിങ്ങൾ ഭയപ്പെടരുത്. അടഞ്ഞുപോയ വഴികളെ ഓർത്ത് അസ്വസ്ഥപ്പെടരുത്. ഒരു വഴി തുറക്കാതെ ഉള്ളത് അടയാൻ കർത്താവ് അനുവദിക്കുകയില്ല. ഒന്ന് തുറക്കാതെ സഹോദര, നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ളത് അടഞ്ഞു പോകാൻ കർത്താവ് അനുവദിക്കില്ല. ഏതെങ്കിലും വഴി അടഞ്ഞിട്ടുണ്ടെങ്കിൽ നീ വിശ്വസിച്ചോ, എവിടെയോ നിനക്ക് വേണ്ടി കർത്താവ് ചിലത് തുറന്നിട്ടുണ്ട്. നിനക്ക് വേണ്ടി ചിലത് നീ കർത്താവിന്റെ വഴിയിലാണെങ്കിൽ, നീ കർത്താവിന്റെ വചനത്തെ എപ്പോഴും നീ മുറുകെ പിടിക്കുന്നവനാണെങ്കിൽ, നിന്റെ ആശ്രയത്വം പരിശുദ്ധാത്മാവിലാണെങ്കിൽ, നീ ഭയപ്പെടേണ്ട, നീ അസ്വസ്ഥപ്പെടേണ്ട, നീ ആകുലപ്പെടേണ്ട. നിനക്ക് വേണ്ട വഴികൾ അവൻ തുറന്നു തരും. ആമേൻ, ആമേൻ, ആമേൻ. നമ്മൾ പാടി പ്രാർത്ഥിച്ചില്ലേ? എന്താ പാടിയത്? ദൈവം വഴി തുറക്കും, മുന്നിൽ പാത തെളിക്കും, ലോക വഴിയെല്ലാം അടഞ്ഞിടുമ്പോ തന്റെ കരതലത്തിൽ നല്ല കരുത്തിനാലെ എന്നെ ദിനം തോറും നടത്തിയിടുമേ. ദൈവം വഴി തുറക്കും, മുന്നിൽ പാത തെളിക്കും, ലോക വഴിയെല്ലാം അടഞ്ഞിടുമ്പോ. ലോകത്തിന്റെ സകല വഴികൾ അടയുമ്പോഴാണ് നിനക്ക് വേണ്ടി ചില വഴികൾ കർത്താവ് തുറന്നു തരുന്നത്. നീ കർത്താവിന്റെ വഴിയിലാണ്. നീ പ്രാർത്ഥനയുടെ ആത്മാവിൽ നിറയണം, പ്രാർത്ഥിക്കാൻ തീരുമാനം ഉണ്ടാവണം, കർത്താവിൽ കരയണം, മുട്ടുമടക്കണം, കരങ്ങൾ വിരിക്കണം. സഹോദരങ്ങളെ, ഈ ഒരു താഴ്മ നമുക്കുണ്ടാകണം. അലസതയും അശ്രദ്ധയും നമ്മുടെ ജീവിതത്തിന്മേലുള്ള കൃപകളെ നിർവീര്യമാക്കി അതിനെ ക്ഷയിപ്പിച്ച് കളയും. അനേകര് പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ടവർ അലസരാകുന്നു. അശ്രദ്ധ, മടി, അന്നോഷത, ഇതൊക്കെ മൂലം എന്താ സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ അവർ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രതിസന്ധികൾ, ഞെരുക്കങ്ങൾ, സഹനങ്ങൾ, ഇതിനെല്ലാം പ്രാർത്ഥനയാക്കുമ്പോൾ അത്ഭുത വഴികൾ ദൈവം തുറക്കും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇതുമാത്രം പ്രതിസന്ധികൾ കണ്ടവരും കേട്ടവരും അനുഭവിച്ചവരാണ് നമ്മൾ. പക്ഷെ ഇവിടെ വരെ നമ്മൾ എത്തിയില്ലേ? അതാണ് കർത്താവിന്റെ പരിപാലനം. നിങ്ങൾ അപ്പോസ്തല പ്രവർത്തനത്തിലോട്ട് വരിക. 4-ാം അധ്യായം 18-ാമത്തെ വചനം പല പ്രാവശ്യം നമ്മൾ ധ്യാനിച്ചൊരു വചനമാണിത്. അവരെ വിളിച്ച്, അപ്പോസ്തലന്മാരെ വിളിച്ച്, യേശുവിന്റെ നാമത്തിൽ യാതൊന്നും സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ അരുതെന്ന് കൽപ്പിച്ചു. ഒരു വലിയ പ്രതിസന്ധി, ആദിമസഭ പ്രതിസന്ധിയിലായി. കർത്താവിന്റെ നാമത്തിൽ ഒന്നും പഠിപ്പിക്കരുത്, പ്രസംഗിക്കരുത്. അവരെ ബാൻ ചെയ്യുകയാണ്, അവരെ ഭീഷണിപ്പെടുത്തുകയാണ്. എന്റെ സഹോദരങ്ങളെ, എന്നാൽ പരിശുദ്ധ വചനം പറയുകയാണ്. എന്താ വചനം പറയുന്നത്? 21-ാമത്തെ വചനം ശ്രദ്ധിച്ച്, 4:21. അവരെ കൂടുതൽ ഭീഷണിപ്പെടുത്തി വിട്ടയച്ചു. അവരെ ഭയപ്പെടുത്തുകയാണ്. കർത്താവിന്റെ മിഷൻ ഒരു പ്രതിസന്ധിയില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, ചിലപ്പോൾ നമ്മളെ ഭയപ്പെടുത്തുമാറുള്ള പ്രതികൂലങ്ങൾ നമ്മുടെ മേൽ ആഞ്ഞടിക്കും. അതുപോലുള്ള നിയമങ്ങൾ വരും. പിശാച് നമ്മൾക്ക് തിരിച്ചടികൾ തരും. സാത്താൻ പോരാട്ടങ്ങൾ, ഇരുട്ടിന്റെ ശക്തികൾ നമുക്കെതിരെ ഉയർന്നു നിൽക്കും. മാനുഷിക ശക്തികൾ നമുക്കെതിരെ പല വിധത്തിലുള്ള കള്ളപ്രചരണങ്ങളും നുണക്കഥകളുമായിട്ടൊക്കെ വരും. പല വിധത്തിൽ എതിർപ്പുകൾ ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിക്കണം. അവരെ ഭയപ്പെടുത്തുക, ഭീഷണിപ്പെടുത്തുകയാണ്. നിങ്ങളെ കൊന്നുകളയും, നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞ്. ഈ പ്രതിസന്ധിയുടെ മുൻപിൽ എന്താണ് അവർ ചെയ്യുന്നത്? നിങ്ങൾ ശ്രദ്ധിക്കണം സഹോദരൻ. കർത്താവിന്റെ മിഷൻ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കെതിരെ പ്രതിസന്ധികൾ പിശാച് ഉയർത്തും, മനുഷ്യർ വെല്ലുവിളികൾ ഉയർത്തും. ഇതിന്റെ നടുവിൽ നീ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിന്റെ പൈതലേ, നീ എന്താണ് ചെയ്യേണ്ടത്? ഈ പ്രതിസന്ധികളെ കണ്ട് നീ പിന്മാറിപ്പോവല്ല വേണ്ടത്. ഈ പ്രതിസന്ധികളെ കണ്ട് അസ്വസ്ഥപ്പെട്ട് നീ നിരാശപ്പെടുകയല്ല വേണ്ടത്.
ഈ പ്രതിസന്ധിയുടെ നടുവിൽ ഇനി ശ്രദ്ധിച്ചു കേൾക്കണമേ. നമ്മളെ വിളിച്ച കർത്താവിന്റെ മുൻപിൽ മുട്ടുമടക്കി കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കുവാനുള്ള സമർപ്പണം നമുക്കുണ്ടെങ്കിൽ ആ പ്രതിസന്ധികളിൽ അസാധാരണമായ വഴികൾ തുറന്ന് കൃപയോടെ കർത്താവ് നമ്മളെ വഴി നടത്തും. പരിശുദ്ധാത്മ നമ്മളെ പരിപാലിക്കും. ഒരു പോറൽ പോലും ഏൽക്കാതെ കർത്താവ് തന്റെ മഹത്വം കൊണ്ട് നമ്മളെ പൊതിയും. തന്റെ ഗ്ലോറി കൊണ്ട് നമ്മൾക്കൊരു കവചമായി കർത്താവ് നൽകും. ഒരു ശക്തിക്ക് നമ്മളെ തകർക്കാൻ പറ്റില്ല. ഞാൻ അതുകൊണ്ട് ആദ്യമേ പറഞ്ഞത്, പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളെ തകർക്കാൻ പിശാചിന് സാധ്യമല്ല, മാനുഷിക ശക്തികൾക്ക് സാധ്യമല്ല, ഈ ലോകത്തിലെ ഒന്നിനും സാധ്യമല്ല. അവന്റെ മേൽ കർത്താവിന്റെ കരങ്ങളുണ്ട്. 23-ാം വചനം പഠിപ്പിക്കുന്നു, ഈ വിവരങ്ങളെല്ലാം അവർ വന്ന് ദൈവജനത്തെ അറിയിക്കുകയാണ്. ജനപ്രമാണികളും പുരോഹിത പ്രമുഖന്മാരും പറഞ്ഞ കാര്യങ്ങൾ ജനത്തെ അറിയിച്ചു. 24-ാമത് ഇതൊക്കെ കേട്ടപ്പോൾ ജനം എന്താ ചെയ്തത്? ഇത് നമ്മൾ ചെയ്യണ സഹോദരങ്ങളെ. ഇന്ന് സഭയ്ക്കെതിരെ വരുന്ന അറ്റാക്കുകള്, സഭയുടെ സ്ഥാപനങ്ങൾക്കെതിരെ, സഭയുടെ ശുശ്രൂഷകൾക്കെതിരെ, നിങ്ങൾ ഇങ്ങോട്ട് നോക്കി, സഭയുടെ മിഷനെതിരെ വരുന്ന ആക്രമണങ്ങൾ, തിരിച്ചടികള്, പല വിധത്തിൽ നമ്മളെ ഭയപ്പെടുത്തുവാൻ ചില എതിർ ശക്തികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിസ്ത്യാനിറ്റി ഇല്ലാതാക്കാൻ, ക്രിസ്തീയ വിശ്വാസത്തെ അപമാനിക്കാൻ, പരസ്യമായി അവഹേളിക്കാൻ പല ഗൂഢശക്തികളും പല വിധത്തിൽ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ നടുവിൽ നമ്മൾ അസ്വസ്ഥരാകേണ്ട. കാരണം നമ്മുടെ കർത്താവ് സർവശക്തനായ ദൈവമാണ്, സകലത്തിനും അതിയായ ദൈവമാണ്, സർവാധിപനാണ്. കർത്താവാണ് സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത്. സകല അധികാരങ്ങളും കർത്താവിന്റെ കരങ്ങളിലാണ്. വിശ്വസിക്കുന്ന ഉച്ചത്തിൽ ഒരു ആമേൻ പറഞ്ഞേ. ആ കർത്താവിനെ കൂടെ നിർത്തി അവിടുത്തെ മുൻപിൽ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുവാനുള്ള തീരുമാനം എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടോ? ഒരു അസാധ്യതയും നമുക്കുണ്ടാവില്ല. എത്ര വലിയ കൊടിയ പ്രതിസന്ധിയിലും തന്റെ ജനത്തിനു വേണ്ടി പൊരുതുന്ന കർത്താവിന്റെ അത്ഭുതകരമായ പ്രവൃത്തികൾ കാണുവാൻ പരിശുദ്ധാത്മ ഇടവരുത്തും. പുറപ്പാട് 14:14 ഈ വചനം പ്രസംഗിക്കാനുള്ളൊരു വചനം മാത്രമല്ല, തന്റെ ജനത്തിന്റെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും പ്രവർത്തിക്കുവാൻ ശക്തനാണ് കർത്താവെന്ന് ഒരു യുദ്ധവീരനായി തന്റെ ജനത്തിന് വേണ്ടി പൊരുതുവാൻ കർത്താവിന്റെ കരങ്ങൾക്ക് ശക്തിയുണ്ടെന്ന് വെളിപ്പെടുത്തുന്ന വചനമാണിത്. ആ വചനം ഇന്നും ജീവിക്കുന്നു. ആ കർത്താവ് നമ്മുടെ മധ്യേ പ്രവർത്തിക്കുന്നു. ഒരു ശക്തിയും കൊണ്ട് നമ്മളെ പേടിക്കണ്ട എന്റെ സഹോദരങ്ങളെ. അതൊക്കെ ഈ പല്ലുകൊഴിഞ്ഞ സിംഹങ്ങളാണ്. വെറുതെ ഇങ്ങനെ ഒച്ചയുണ്ടാക്കുക നമ്മളെ പേടിപ്പിക്കാൻ. അതിനെതിരെ നിവിടെ നിന്ന് ശരിക്കുന്നു കുരച്ചു കഴിഞ്ഞാൽ അത് ഭയപ്പെട്ടു പോയി. കർത്താവിന്റെ ജനം സിംഹത്തെ പോലെ ധീരരാണ്. സംഖ്യ 23 പറയുന്നുണ്ട്, സിംഹിയെ പോലെ ഉണരുന്നു. 23:24 വായിച്ച്, സംഖ്യ 23:24 ഡിസ്പ്ലേ വരുന്നില്ല, അപ്പൊ അതിന് ഉച്ചത്തിൽ വായിച്ചാൽ മതി. ഇതാ ഒരു ജനം. കർത്താവിന്റെ ജനത്തിന് പ്രത്യേകത എന്താ? കർത്താവ് തെരഞ്ഞെടുത്ത ജനത്തിന്റെ പ്രത്യേകത, കർത്താവിന്റെ രക്തത്തിന് മുദ്രയുള്ള ജനത്തിന്റെ പ്രത്യേകത, പരിശുദ്ധാത്മാവുള്ള ജനത്തിന്റെ പ്രത്യേകത എന്താ? സിംഹിയെ പോലെ അത് ഉണരുന്നു. സിംഹിയെ പോലെ ജനം ഉണരുന്നു. സിംഹത്തെ പോലെ അത് എഴുന്നേൽക്കുന്നു. സിംഹത്തെ പോലെ അത് എഴുന്നേൽക്കുന്നു. വിശ്വസിച്ച് ഒരു ആമേൻ പറഞ്ഞേ. സിംഹത്തെ പോലെ അത് എഴുന്നേൽക്കുന്നു. സിംഹത്തെ പോലെ ധീരതയുള്ളവരെ ആരെ? കർത്താവിന്റെ ജനം. പ്രാർത്ഥിക്കുന്നവർക്ക് ധൈര്യം കിട്ടും. ഞാൻ ആരംഭത്തിൽ പറഞ്ഞു, പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളിൽ, പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ, പ്രാർത്ഥിക്കുന്ന സമൂഹങ്ങളിൽ, പ്രാർത്ഥിക്കുന്ന സഭയ്ക്ക് ധൈര്യം ഉണ്ടാവും. ആ ധൈര്യം മാനുഷിക ധൈര്യമല്ല, പരിശുദ്ധാത്മ തരുന്നതാ. മൈറ്റ്, ആത്മശക്തി, ആത്മധൈര്യം, അത് പരിശുദ്ധാത്മാവിന്റെ ശ്രേഷ്ഠമായ കൃപാദാനമാണ്. ആ ധൈര്യത്തിന്റെ ആത്മാവ് നമ്മിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങും. ഈ വക എതിർശക്തികളെ കണ്ടു നമ്മൾ പേടിക്കേണ്ട. ഓരോരോ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കി ദൈവജനത്തെ ഭയപ്പെടുത്തുവാനും ദൈവജനത്തെ അവഹേളിക്കുവാനും പല സംഘടിത ശക്തികൾ പരിശ്രമിക്കുമ്പോൾ അതിന് നടുവിൽ കരങ്ങൾ വിരിച്ച് ജനം നമ്മൾ പ്രാർത്ഥിക്കാൻ സമർപ്പണമുണ്ടെങ്കിൽ ആ പ്രതിസന്ധികളെ കർത്താവ് കൈകാര്യം ചെയ്തുകൊള്ളും. കർത്താവിന്റെ മിഷനെതിരെ വരുന്ന ഏത് വെല്ലുവിളികളെയും
പരിശുദ്ധാത്മാവ് നോക്കിക്കൊള്ളും. വിശ്വസിക്കുന്നവർ കരങ്ങളടിച്ച് ആമേൻ പറഞ്ഞ് ആമേൻ പറഞ്ഞ് ആമേൻ 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 ആമേൻ. അത് കുടുംബത്തിന്മേലാണെങ്കിലും, നമ്മുടെ വ്യക്തി ജീവിതത്തിന്മേൽ, നമ്മുടെ മക്കളുടെ മേലാണെങ്കിലും, അത് നമ്മുടെ കൂട്ടായ്മകളുടെ മേലാണെങ്കിലും കർത്താവ് നോക്കിക്കൊള്ളും. കർത്താവ് നോക്കിക്കൊള്ളും. ഈ 24-ാമത്തെ വചനം നമ്മൾ അനുസരിക്കണം. അപ്പോസ്തല പ്രവൃത്തി 4:24 നമ്മൾ അനുസരിക്കണം. ചുമ്മാ നമ്മൾ വെറുതെ ഡിസ്കഷൻ നടത്തി, ചർച്ച നടത്തി, മീറ്റിംഗ് നടത്തി, അവലോകനം നടത്തിയതുകൊണ്ട് മാത്രം കാര്യമില്ല. അതൊക്കെ നമ്മൾ ചെയ്യണം. പക്ഷേ പ്രധാനമായും നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ വചനം പറഞ്ഞു തരുന്നുണ്ട്. ഉച്ചത്തിൽ വായിച്ച് ഇതെല്ലാം കേട്ടപ്പോൾ അവർ ഏക മനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തോട് അപേക്ഷിച്ചു, നാഥാ, ആകാശത്തിന്റെയും ഭൂമിയുടെയും സമുദ്രത്തിന്റെയും അവയിലുള്ള സകലത്തിന്റെയും സൃഷ്ടാവേ. അവർ ഏക മനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തോട് അപേക്ഷിച്ചു. സഹോദരങ്ങളെ, ഇതിന് പറയുന്ന പേരാണ് പ്രാർത്ഥന. അവർ ദൈവത്തോട് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് നമ്മൾ ചെയ്യണം. നമ്മൾ മീറ്റിംഗ് നടത്തുന്നു, ഡിസ്കഷൻ നടത്തുന്നു, നമ്മൾ സംവാദങ്ങൾ നടത്തുന്നു, പ്രതിഷേധങ്ങൾ ചെയ്യുന്നു, റാലി നടത്തുന്നു. ഇതൊക്കെ വേണം നമുക്ക്. പക്ഷേ ഏറ്റവും പ്രധാനമായി വേണ്ടത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന. ഈശോ പറഞ്ഞു, പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവില്ല. പ്രാർത്ഥന കൊണ്ടല്ലാതെ ഇതിനെ തകർക്കാൻ പറ്റില്ല. ദൈവജനത്തിന്റെ പ്രാർത്ഥനയുടെ മുൻപിൽ എത്ര വലിയ കൊടിയ കോട്ടകളാണെങ്കിൽ അത് തകർന്നു വീഴും. എത്ര കൊടിയ വിനാശങ്ങളാണെങ്കിൽ അത് നിർവീര്യമാകും. എത്ര കൊടിയ പ്രതിസന്ധികളാണെങ്കിലും അതിന്റെ നടുവിൽ പുതുവഴികൾ തുറക്കപ്പെടും. ആമേൻ 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 ആമേൻ. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. സഹോദര സഹോദരി, കർത്താവിന്റെ മനസ്സറിഞ്ഞ് നീ പ്രാർത്ഥിക്കണം. അവർ ദൈവത്തോട് വിളിച്ചപേക്ഷ. ഇന്ന് നമുക്ക് പറ്റുന്ന വിഷയം എന്താണ്? നമ്മൾ ഇത് മാത്രം പലപ്പോഴും ചെയ്യുന്നില്ല. വേറെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു. ഇത് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ തളർന്നുകൊണ്ടിരിക്കുന്നു, നമ്മൾ ദുർബലമാകുന്നു, കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടാതെ പോകുന്നു, പരിശുദ്ധാത്മാവിനെ തൻ്റെ ജനത്തെ അനുഗ്രഹിക്കുവാൻ കഴിയാതെ പോകുന്നു. പ്രാർത്ഥിക്കാത്ത കുടുംബങ്ങളിൽ, പ്രാർത്ഥിക്കാത്ത സഭയിൽ, പ്രാർത്ഥിക്കാത്ത ജീവിതങ്ങളിൽ ദൈവപ്രവൃത്തി തടസ്സപ്പെട്ടു പോകുന്നു. പ്രാർത്ഥിക്കാത്ത വ്യക്തി പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുക ചെയ്യുന്നത്. എന്തുകൊണ്ട് ദൈവപ്രവൃത്തി നിനക്ക് കാണാൻ പറ്റാത്തത്? നീ കർത്താവിന്റെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നില്ല. സഹോദരങ്ങൾ ശ്രദ്ധിക്കണം. ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴാ അവർ സമ്മേളിച്ച സ്ഥലം കുലുങ്ങിയത്. നമ്മളത് ആ വചനം കണ്ടതാണ്. ഇത് സത്യം നിങ്ങൾ മനസ്സിലാക്കണം. പ്രാർത്ഥനയിൽ എല്ലാം സാധ്യമാണ് സഹോദരൻ. പ്രതിസന്ധികളെ നമ്മൾ പ്രാർത്ഥനയാക്കി മാറ്റണം. നമ്മുടെ മുൻപിൽ അസാധ്യതകളില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ്, വിശ്വസിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കും. അവർക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല. പ്രാർത്ഥിക്കുന്നവർക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല. കർത്താവിന്റെ വചനം എത്ര ശക്തമാണ്. നമ്മൾ പാടുന്നില്ലേ? പ്രാർത്ഥനയാലെ സാധിക്കാത്ത കാര്യമില്ലൊന്നും, പ്രാർത്ഥിക്കാത്ത കാരണത്താൽ ലഭിക്കുകയില്ലൊന്നും, പ്രാർത്ഥനയാലെ സാധിക്കാത്ത കാര്യമില്ലൊന്നും. എന്റെ സഹോദരങ്ങളെ, പ്രാർത്ഥിക്കാത്ത കാരണത്താൽ ലഭിക്കുന്നില്ലൊന്നും. എന്താ കാര്യങ്ങൾ ലഭിക്കാത്തത്? കർത്താവിന്റെ കരങ്ങൾ കുരുങ്ങിപ്പോയിട്ടല്ല, നീ പ്രാർത്ഥനയിൽ അലസനാകുന്നു, അശ്രദ്ധയുള്ളവളാകുന്നു. പ്രാർത്ഥിക്കാൻ മാത്രം നമുക്ക് സമയമില്ല. ബാക്കി പല പല കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ഇങ്ങനെ നടക്കുകയാണ്. കർത്താവിന് മുൻപിൽ കുറച്ചു നേരം ശാന്തമായിരുന്ന് കർത്താവിനെ കേൾക്കുവാൻ, കർത്താവിനെ ഒന്ന് ആരാധിക്കാൻ, കർത്താവിന് തിരുമുഖത്തേക്ക് നോക്കാൻ. സഹോദര സഹോദരി, നിനക്ക് സമയമുണ്ടോ? എന്തേ നമ്മൾ തളരുന്നത്? നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 4:24 അനുസരിക്കുന്നില്ല. ആ വചനം നമ്മൾ അനുസരിക്കുന്നില്ല. ആ വചനം നമ്മൾ ചെയ്യുന്നില്ല. പ്രതിസന്ധികളിൽ അതെങ്ങനെ അത് സെറ്റിൽ ചെയ്യാം, അതെങ്ങനെ സെറ്റിൽമെന്റ് നടത്താം, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ ഈ സെറ്റിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ നടക്കുകയാണ്. സെറ്റിൽ ചെയ്യുന്ന കർത്താവിനടുത്തേക്ക് വരുന്നില്ല. അതുകൊണ്ട് പലപ്പോഴും എന്താ സംഭവിക്കുന്നത്? കർത്താവില്ല നമ്മളെ സഹായിക്കാൻ,
മനുഷ്യരില്ലാത്ത അവസ്ഥ. ഇതൊരു വല്ലാത്തൊരു പ്രതിസന്ധി. അത് കർത്താവും ഇല്ല, മനുഷ്യരും ഇല്ല, ഈ രണ്ടും ഇല്ലാത്തൊരവസ്ഥ. സഹോദരങ്ങളെ, നമ്മളിത് മനസ്സിലാക്കണം, പ്രാർത്ഥിക്കണം. അവരങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്ത് ആ മിഷനെ ശക്തിപ്പെടുത്തുകയാണ്. ഈ ശുശ്രൂഷകൾ വഴി, ഇവിടെ പ്രാർത്ഥന വഴി, ഇതിലൂടെ വെളിപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വഴി അനേകായിരങ്ങൾ കർത്താവിനെ കണ്ടുമുട്ടി. അവർ വചനത്തിന് ശക്തി അനുഭവിച്ചു. അവർ നിത്യരക്ഷ സ്വന്തമാക്കി. അവർ സഭയിലേക്ക് കടന്നു വരികയാണ്. മാമോദീസ സ്വീകരിച്ചു. അവർ കർത്താവിന്റെ സഭയോട് ചേർക്കപ്പെട്ടു. അപ്പോസ്തല പ്രവർത്തനം 13-ാം അധ്യായം 49-ാമത്തെ വചനം. സ്വരമുയർത്തി നിങ്ങളെ വചനം സ്ക്രീനിലോട്ട് ഉച്ചത്തിൽ വായിക്കണം. എന്താ പറയുന്നത്? കർത്താവിന്റെ വചനം ആ നാട്ടിലെല്ലാം വ്യാപിച്ചു. ഒരിക്കലൂടെ വിശ്വസിച്ച് പറഞ്ഞേ, കർത്താവിന്റെ വചനം ആ നാട്ടിലെല്ലാം വ്യാപിച്ചു. ആ നാട്ടിലെല്ലാം വ്യാപിച്ചു. എന്തുകൊണ്ടാണ് ആ ദേശം മുഴുവൻ കർത്താവിന്റെ വചനം വ്യാപിക്കുവാൻ കാരണമായത്? അവരുടെ പ്രാർത്ഥനയാണ്. അവർ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മ പ്രവർത്തിച്ചു. കർത്താവിന്റെ മിഷൻ ശക്തിപ്പെട്ടു. ആയിരങ്ങൾ ഈ മിഷനിലേക്ക് കടന്നു വന്നു. അവർ ഈശോയെ കണ്ടുമുട്ടി, കർത്താവിന്റെ സ്നേഹം അനുഭവിച്ചു. അവരുടെ ജീവിതങ്ങൾ കർത്താവിനെ സമർപ്പിക്കപ്പെട്ടു. അവർ സഭയിലേക്ക് ആകൃഷ്ടരായി. അവർ സഭയോട് ചേർക്കപ്പെട്ടു. ദൈവജനത്തിന്റെ പ്രാർത്ഥന വഴി കർത്താവിന്റെ വചനം ആ ദേശം മുഴുവൻ വ്യാപിച്ചു. സഹോദരങ്ങളെ, ഇത് ചെയ്യാതെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അനുഭവിക്കാൻ നമുക്ക് പറ്റില്ല. ആത്മാവിന്റെ പ്രവർത്തനം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കില്ല. അപ്പോസ്തല പ്രവർത്തനം 12-ൽ നമുക്ക് മറ്റൊരു സംഭവം കാണാം. അവിടെ വേറൊരു പ്രതിസന്ധിയാണ്. സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ ജയിലിൽ അടയ്ക്കപ്പെട്ടു. 1 മുതൽ 5 വരെയുള്ള വചനങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കത് ഹോംവർക്കായി തരികയാണ്. അപ്പോസ്തല പ്രവർത്തനം 12-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനങ്ങൾ നിങ്ങൾ വായിച്ച് ധ്യാനിക്കണം. അവിടെ പത്രോസ്ലീഹായെ ബന്ധനസ്ഥനാക്കി ഹെറോദോസിന്റെ ഗവൺമെന്റ് ജയിലിൽ അടച്ചു. ഇപ്പൊ മാർപ്പാപ്പ ജയിലിലാണ് കിടക്കുന്നത്. ഈ സമയത്ത് ആദിമസഭയിൽ 10,000-കണക്കിന് വിശ്വാസികളുണ്ട്. ആ സമയത്ത് പ്രതിഷേധ റാലികളും അല്ലെങ്കിൽ പല വിധത്തിലുള്ള നമ്മുടെ വിയോജിപ്പുകളും, അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാരെ അത് എന്താ പറയുന്നത് ഒപ്പുവെച്ചുള്ള വലിയ മെമ്മോറാണ്ട, ഹർജി, ഇതൊക്കെ അവർക്ക് തയ്യാറാക്കാമായിരുന്നു. ഇതൊന്നും വേണ്ട എന്നല്ല പറയുന്നത്. പക്ഷേ ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ പ്രധാനമായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ മറന്നുപോകരുത്, അത് ചെയ്യാതിരിക്കരുത്. അതെന്താണ്? പ്രാർത്ഥനയാണ്. ആദിമസഭ എന്തു ചെയ്തു? അവിടെ പ്രതിഷേധ റാലികളോ വലിയ വലിയ മെമ്മോറാണ്ട ഹർജിയോ അല്ലെങ്കിൽ അവരുടെ വിയോജിപ്പുകളോ അതിനനുസൃതമായിട്ടുള്ള സംഘടിതമായ നീക്കങ്ങളോ ഇതൊന്നല്ല അവർ പ്രധാനമായിട്ട് ചെയ്തത്. ഞാൻ വീണ്ടും പറയട്ടെ, അത് വേണം. നമ്മൾ പ്രതികരിക്കേണ്ടത് പ്രതികരിക്കണം. പ്രതിഷേധിക്കേണ്ടടുത്ത് ക്രൈസ്തവ അരൂപിക്ക് ചേർന്ന വിധം പ്രതിഷേധിക്കണം. വാ തുറന്ന് സംസാരിക്കണം. നമ്മൾ അതൊക്കെ വളരെ ആവശ്യമുള്ള സമയമാണ്. വളരെ ആവശ്യമുള്ള സമയം. നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിലും കർത്താവ് ചില കാര്യങ്ങളിൽ ശക്തമായ നിലപാടെടുത്തു. കർത്താവ് ധീരതയോടെ സംസാരിച്ചു. ഇതുപോലെ നമ്മൾ ധീരതയോടെ സംസാരിക്കണം. നമ്മുടെ സഭയ്ക്ക് വേണ്ടി, സമുദായത്തിന് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി, പൊതുസമൂഹത്തിൽ ധീരതയോടെ നമ്മളത് വിറ്റ്നസ് ചെയ്യേണ്ട ഒരു സമയമാണ്. വാപ്പൂട്ടിയിരിക്കേണ്ട സമയമല്ല. ഇത് 7-ാം ദിനമാണ്. നമ്മൾ ഷൗട്ട് ചെയ്യേണ്ട സമയമാണ്. ആർപ്പോടെ നമ്മൾ നമ്മുടെ സത്യങ്ങൾ വിളിച്ചു പറയേണ്ട സമയമാണ്. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ വേണം. പക്ഷെ അതിന്റെ നടുവിൽ നമ്മൾ പ്രധാനമായും ചെയ്യേണ്ടത് അപ്പോസ്തല പ്രവർത്തനം 12:5 പഠിപ്പിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 12:5 ഇതിൽ നിന്ന് ശക്തി പ്രാപിച്ചു വേണം ഈ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അവരെന്താ ചെയ്തത്? അങ്ങനെ പത്രോസ് കാരാഗൃഹത്തിൽ സൂക്ഷിക്കപ്പെട്ടു. സഭ അവനു വേണ്ടി ദൈവത്തോട് തീഷ്ണമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ദൈവജനം പത്രോസിനു വേണ്ടി ദൈവത്തോട് തീഷ്ണമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കർത്താവേ, വിമോചിപ്പിക്കണമേ, രക്ഷിക്കണമേ. അവർ നിലവിളിയോടെ പ്രാർത്ഥിച്ചു. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെയാണ് ശക്തി വെളിപ്പെടുന്നത്. ഇവിടെയാണ് ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുന്നത്. ഇവിടെയാണ് അടഞ്ഞുപോയ വാതിലുകൾ തുറക്കപ്പെടുന്നത്. ഇവിടെയാണ് കെട്ടുകൾ പൊട്ടുന്നത്. ഈ ഒരു അവസ്ഥയിൽ അസാധ്യതകളാകുന്നത് നമ്മുടെ ബുദ്ധിക്ക് അതീതമായി
അസാധ്യങ്ങൾ സാധ്യതകളാക്കും. ജനം അവന് വേണ്ടി, സഭ അവന് വേണ്ടി ദൈവത്തോട് തീഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇതുപോലെ പ്രാർത്ഥിക്കുന്ന ഒരു സമർപ്പണമുള്ള നിറയുണ്ടാകണം. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, കർത്താവിന്റെ മിഷന് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നശിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, കണ്ണുനീരോടെ ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥിക്കാൻ ആത്മഭാരമുള്ള പതിനായിരങ്ങൾ ഈ കർത്താവിന്റെ സഭയിൽ എഴുന്നേൽക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. ദ മിഷൻ, ഈ ശുശ്രൂഷ അതിനു വേണ്ടിയ കർത്താവ് ഒരുക്കി തന്നിരിക്കുന്നത്. സഹോദരങ്ങളെ, കാലത്തിന് പ്രത്യേകത മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് വരണം. 6-7 വചനങ്ങൾ എന്താ പഠിപ്പിക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തി 12, 6-7 ഇങ്ങനെ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ഇങ്ങനെ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ അത്ഭുത ശക്തി വെളിപ്പെടുകയാണ്. പരസ്യവിചാരണയ്ക്ക് പുറത്തു കൊണ്ടുവരാൻ ഹെരോദോസ് ഉദ്ദേശിച്ചിരുന്നത് തലേ രാത്രി പത്രോസ് ഈ ചങ്ങലകളിൽ ബന്ധിതനായി 2 പടയാളികളുടെ മധ്യ ഉറങ്ങുകയാണ്. ഒരു അസ്വസ്ഥതയിൽ പുലർച്ച സമയത്ത് അതിരാവിലെ തന്നെ തലവെട്ടി തന്നെ കൊല്ലാൻ പോവാണെന്ന് അറിഞ്ഞിട്ട് ഒരു ഉത്കണ്ഠ ആകുലതയുമില്ലാതെ സുഖമായി പത്രോസിലേക്ക് ഉറങ്ങുക. പത്രോസിന്റെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിന് അവന് വേണ്ടി ഇതാണ് പ്രാർത്ഥനയുടെ ശക്തി. പരിശുദ്ധാത്മ പത്രോസിന് സ്വസ്ഥത നൽകി. കർത്താവിന്റെ സമാധാനം കൊണ്ട് അവന്റെ ഹൃദയം നിറച്ചു. കൊടിയ പ്രതിസന്ധിയുടെ മരണത്തിന് മുന്നിൽ പത്രോസ് സുഖമായി ഉറങ്ങുന്നു. 7-ാം വചനം പറയുന്നു, പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ ആ ജയിലിലേക്ക് ഇറങ്ങി വന്ന മുറിയിലേക്ക്, സെല്ലിലേക്ക് വരികയാണ്. മുറിയാകെ പ്രകാശം നിറഞ്ഞു. പത്രോസിനെ പാർശ്വത്തിൽ തട്ടി ഉണർത്തി എഴുന്നേൽക്കാൻ പറഞ്ഞു. അപ്പോൾ അവന്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ താഴെ വീണു. ഇനി അത്ഭുതകരമായ കർത്താവിന്റെ പ്രവർത്തനങ്ങളെ കാണുന്നത്. ഇത് എന്തുകൊണ്ട് അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടത്? സഭ അവന് വേണ്ടി ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. സഹോദരങ്ങളെ, കർത്താവിന്റെ മിഷന് വേണ്ടി പ്രാർത്ഥിക്കണം. മുന്നോട്ട് വരണം നിങ്ങൾ. ഇത് കർത്താവിന്റെ മിഷൻ അനേകയിടങ്ങളിൽ ദുർബലമാകും, തളരുന്നു. കർത്താവിന്റെ മിനിസ്ട്രികൾ ഇന്ന് വല്ലാത്ത പ്രതിസന്ധിയിലാണ്. കർത്താവിന്റെ കുടുംബങ്ങൾ ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. കർത്താവിന്റെ യുവജനങ്ങൾ ഇന്ന് വഴിവിട്ടു പോകുന്നു, വിശ്വാസം നഷ്ടപ്പെട്ട് അവർ ലൗകികരായി ജീവിക്കുന്നു. പലരും നിരീശ്വരന്മാരായി, യാഥാസ്ഥികരായി. എൻ്റെ സഹോദരങ്ങളെ, വിശ്വാസം നഷ്ടപ്പെട്ട് ജഡീകരായി ജീവിക്കുന്ന 10,000 നമ്മുടെ യുവമക്കൾ. ഇതൊക്കെ കർത്താവിന്റെ മിഷനെ ബാധിക്കുന്നുണ്ട്. ദേശങ്ങൾക്ക്, രാജ്യങ്ങൾക്ക്, ജനപദങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ കരങ്ങൾ വിരിക്കണം, മധ്യസ്ഥം വഹിക്കണം. കർത്താവിന്റെ മിഷന്റെ വളർച്ചയും നിലനിൽപ്പും പ്രാർത്ഥനയുടെ ആത്മാവിലാണ്. പ്രാർത്ഥിക്കാൻ ദൈവജനം ഉണർന്നില്ലെങ്കിൽ മിഷൻ തളർന്നു പോകും. നമ്മൾ പരാജയപ്പെടും, ശത്രു വിജയിക്കും. അവൻ അനേക ആത്മാക്കളെ കൊണ്ട് നിത്യ നരകത്തിൽ പോകും, നിത്യനാശത്തിലേക്ക് അവൻ കൊണ്ടുപോകും. അവൻ ആത്മാക്കൾ കൊടിയ നാശങ്ങൾ വരുത്തി വെക്കും, കുടുംബങ്ങളെ തകർക്കും, തെരഞ്ഞെടുക്കപ്പെട്ടവരെ കൃപയിൽ വീഴ്ത്തിക്കളയും, അനേകരുടെ സമർപ്പണത്തെ കെടുത്തിക്കളയും, അനേകരെ വ്യതിചലിപ്പിക്കും, ഫോക്കസ് മാറ്റും. പലർക്കും ജീവിതത്തിന് വ്യഗ്രതകൾ കൊടുത്ത് ബിസിയാക്കി മറ്റു പലതും കൊടുത്ത് പ്രാർത്ഥന എന്ന ഈ കൃപയിൽ നിന്ന് അനേകരെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകും. അനേകരെ അശ്രദ്ധയുള്ളവരാ, അലസരാക്കും, ശുഷ്കാന്തിയില്ലാത്തവരാക്കും. ഇതൊക്കെ നമ്മുടെ നാശത്തിന് കാരണമാകും. സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ കർത്താവിൻ്റെ അടുത്തിരുന്ന് ഉറങ്ങിയാലും കുഴപ്പമില്ല, അവിടെ പോയി ഇരിക്കണം. നിങ്ങൾ കർത്താവിന് തിരുമുഖത്തേക്ക് നോക്കണം, പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ പ്രാർത്ഥിക്കണം, ദിവ്യകാരുണ്യ ഈശോയെ ആരാധിക്കണം. നിങ്ങൾ പരിശുദ്ധ വചനത്തിന്റെ മുൻപിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. ജപമാല ചൊല്ലി, കരുണക്കൊന്ത ചൊല്ലി ധാരാളം പ്രാർത്ഥനകൾ ഉയർത്തണം. ദൈവത്തിന്റെ വചനം ഏറ്റുപറഞ്ഞ്, വചനം ക്ലെയിം ചെയ്ത് നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കണം. എൻ്റെ സഹോദരങ്ങളെ, 12-ാമത്തെ വചനത്തിൽ പിന്നെ അതിശക്തമായ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് പിന്നീട് കാണാൻ കഴിയുന്നത്. പക്ഷെ 12-ാം വചനത്തിൽ എന്തുകൊണ്ടാണ് ഈ വിധം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടത് വചനം പഠിപ്പിക്കുന്നുണ്ട്. ഉച്ചത്തിലെ വചനം വായിച്ച Acts 12:12. ഇക്കാര്യം ഗ്രഹിച്ചപ്പോൾ അവൻ മാർക്കോസ് എന്ന അപരനാമമുള്ള യോഹന്നാന്റെ അമ്മയായ മറിയത്തിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ വളരെ പേർ സമ്മേളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ പ്രാർത്ഥനയുടെ ശക്തിയാലാണ് ഇപ്രകാരമുള്ള ദൈവപ്രവൃത്തി ആ കാരാഗൃഹത്തിൽ വെളിപ്പെടുവാൻ ഇടവന്നത്. ദൈവജനത്തിന്റെ പ്രാർത്ഥനയിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ദൈവജനത്തിന്റെ പ്രാർത്ഥനയിൽ പ്രതിബന്ധത്തിന്റെ കോട്ടകൾ തകരും. ദൈവജനത്തിന്റെ പ്രാർത്ഥനയിൽ
അടഞ്ഞുപോയ വാതിലുകൾ തുറക്കപ്പെടും. ദൈവജനത്തിന്റെ പ്രാർത്ഥനയിൽ അസാധ്യതകൾ സാധ്യതകളാകും. ഓ ജീസസ്, ജീസസ്. ദൈവജനത്തിന്റെ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിന്റെ അസാധാരണമായ പ്രവൃത്തികൾ വെളിപ്പെടും, വെളിപ്പെടും, വെളിപ്പെടും. നിന്റെ കുടുംബത്തിൽ വെളിപ്പെടും, നിന്റെ മക്കളിൽ, നിന്റെ തലമുറയിൽ, നിന്റെ ശുശ്രൂഷയിൽ, നിന്റെ വരുമാന മാർഗങ്ങളിൽ ഈ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് ഇന്നും ശക്തനാണ്. ഈ ഒരു ആത്മപ്രവർത്തനം വഴി എന്താ സംഭവിച്ചത്? ദൈവജനത്തിന്റെ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാത്മ ശക്തമായ പ്രവർത്തനം വെളിപ്പെട്ടപ്പോൾ അവിടെ എന്തുണ്ടായി? അപ്പോസ്തല പ്രവർത്തനം 12:24, Acts chapter 12 verse 24. ദൈവവചനം വളർന്നു വ്യാപിച്ചു. ഉച്ചത്തിൽ പറഞ്ഞേ, ദൈവവചനം വളർന്നു വ്യാപിച്ചു. പറഞ്ഞേ, വളർന്നു വ്യാപിച്ചു. കർത്താവിന്റെ മിഷൻ വളർന്നു വ്യാപിച്ചു. കർത്താവിന്റെ മിഷൻ വളർന്നു വ്യാപിച്ചു. ദൈവത്തിന്റെ വചനം വളർന്നു വ്യാപിച്ചു. എന്തുകൊണ്ടാണ് ഇപ്രകാരം വളർന്നു വ്യാപിക്കാൻ കാരണമായത്? ദൈവജനത്തിന്റെ പ്രാർത്ഥന, ദൈവജനത്തിന്റെ പ്രാർത്ഥന. പ്രാർത്ഥനയുടെ ആത്മാവിൽ മിഷൻ വളർന്നു വ്യാപിക്കുകയാണ്. ഒരു സെക്കൻഡ് എഴുന്നേറ്റ് ഒന്ന് പ്രാർത്ഥിച്ചു, കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. തീരുമാനമെടുക്കുക, തീരുമാനമെടുക്കുക. പ്രാർത്ഥിക്കും. കർത്താവിന്റെ മിഷന് വേണ്ടി പ്രാർത്ഥിക്കും, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും, കർത്താവിന്റെ കുടുംബങ്ങൾക്ക് വേണ്ടി, കർത്താവിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി, യുവജനങ്ങൾക്ക് വേണ്ടി, നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ കണ്ണുനീരൊഴുക്കും, മുട്ടുമടക്കും, കൈകൾ വിരിക്കും, എന്റെ അലസത മാറ്റും, മടി മാറ്റും. പ്രാർത്ഥിക്കുന്ന ഒരു ആത്മാവാകും. തീരുമാനമെടുക്കുക, തീരുമാനമെടുക്കുക. ഈ ഒരു തീരുമാനത്തോടെ ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിന്റെ മിഷന്റെ വളർച്ചയ്ക്ക് വേണ്ടി, അത് ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ വളർന്ന് വ്യാപിക്കാൻ വേണ്ടി ഇരുകരമായി ഒറ്റ വിളി, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊടുക്കട്ടെ, കൊടുക്കട്ടെ, കൊടുക്കട്ടെ. അഭിഷേകം നിറയട്ടെ, നിറയട്ടെ. ആത്മശക്തി വ്യാപരിക്കട്ടെ. ദേശാന്തരങ്ങളിലേക്ക്, ലോകരാജ്യങ്ങളിലേക്ക്, ഭൂഖണ്ഡങ്ങളിലേക്ക് ആത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. പ്രാർത്ഥനയുടെ ആത്മാവിനാൽ 10,000 മുദ്ര ചെയ്യപ്പെടട്ടെ. പ്രാർത്ഥനയുടെ ആത്മാവിനാൽ ഓരോ കുടുംബം അഭിഷേകം ചെയ്യപ്പെടട്ടെ. പ്രാർത്ഥനയുടെ ആത്മാവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ വിശുദ്ധീകരിക്കപ്പെടട്ടെ. പ്രാർത്ഥനയുടെ ആത്മാവിനാൽ കർത്താവിന്റെ മിഷൻ വളരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. സർവശക്തനാണവൻ, സർവജ്ഞാനിയാണവൻ. അവന്റെ കരങ്ങളിൽ നമ്മൾ സുരക്ഷിതരാണ്. ഒരു പ്രതികൂലത്തെയും സഹോദരൻ നീ ഭയപ്പെടേണ്ട, ഒരു പ്രതിബന്ധത്തെയും സഹോദരി നീ ഭയപ്പെടേണ്ട. നിനക്ക് വേണ്ടി കർത്താവ് പൊരുതും, നിനക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്യും. വിശ്വസിച്ച് വചനം ഏറ്റെടുക്കും, വിശ്വസിച്ച് വചനം ഏറ്റെടുക്കും. നിന്റെ കുടുംബത്തിലേക്ക് ഏറ്റെടുക്കും, നിന്റെ മിനിസ്ട്രിയിലേക്ക് ഏറ്റെടുക്കും, നിന്റെ തലമുറയിലേക്ക് ഏറ്റെടുക്കും. നമ്മുടെ സഭയിലേക്ക് അത് സ്വീകരിക്കും. കർത്താവ് പൊരുതിക്കൊള്ളും, കർത്താവ് യുദ്ധം ചെയ്തുകൊള്ളും. പ്രാർത്ഥിക്കാൻ സമർപ്പണമുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കാൻ നമ്മൾ കരങ്ങൾ ഉയർത്തിയാൽ ബാക്കി കർത്താവ് പ്രവർത്തിച്ചുകൊള്ളും. ആമേൻ, ആമേൻ. കരങ്ങളടിച്ച്, കരങ്ങളടിച്ച് ശക്തിയോടെ ദൈവം വഴി തുറക്കും, മുന്നിൽ പാത തെളിക്കും. ലോക വഴിയെല്ലാം അടങ്ങിയിടുമ്പോ തന്റെ കരുതലും നല്ല കരുത്തിനാലെ എന്നെ ദിനം തോറും നടത്തിയിടുമേ. ദൈവം വഴി തുറക്കും, ആമേൻ, ആമേൻ, ആമേൻ. ലോക വഴിയെല്ലാം അടങ്ങിയിടുമ്പോ ഒരു ജീസസ് വിശ്വസിക്കുന്ന കർത്താവ് അവനടച്ചാൽ ആർക്കും തുറക്കാനുമാവില്ല, അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാനുമാവില്ല. പുതുവഴികൾ തുറന്നു തരണമേ, അത്ഭുത വാതിലുകൾ തുറക്കണമേ. സർവശക്തനാണവൻ, സർവജ്ഞാനിയാണവൻ, തന്റെ കരങ്ങളിൽ സുരക്ഷിതൻ. നമ്മുടെ കർത്താവ് സർവശക്തൻ, സർവജ്ഞാനി, സർവാധിപൻ, സർവശക്തനാണവൻ, സർവജ്ഞാനിയാണവൻ, തന്റെ കരങ്ങളിൽ സുരക്ഷിതൻ. കുടുംബങ്ങളിലേക്ക് പ്രബോധിക്കട്ടെ. ഈ വചനത്തിന്റെ പാപക്കെട്ടുകൾ പോട്ടുണ്ട്, ശാപക്കെട്ടുകൾ, പൈശാചികാധിപത്യങ്ങൾ, നരകത്തിന്റെ അടിസ്ഥാനങ്ങൾ, ഇരുട്ടിന്റെ ശക്തികൾ, പൈശാചിക പീഡകൾ ചിതറിപ്പോകട്ടെ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ഇരുകരമുയർത്തി ഒറ്റ വിളി യേശുവേ. ജീവിക്കുന്ന ദൈവമേ, കൃപ ചൊരിയണമേ, കൃപ, കൃപ, കൃപ. കൃപ വെക്കണമേ, അഭിഷേകം പകരണമേ. പ്രാർത്ഥനയുടെ ആത്മാവിനാൽ 10,000 അഭിഷേകം ചെയ്യണമേ. പ്രാർത്ഥനയുടെ ആത്മാവിനാൽ കുടുംബങ്ങളെ അഭിഷേകം ചെയ്യണമേ. പ്രാർത്ഥനയുടെ ആത്മാവിനാൽ സമർപ്പിത സമൂഹങ്ങളെ മുദ്ര ചെയ്യണമേ. Lord bless, anoint in the name of Jesus. Hallelujah. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഓ സ്തുതിക്കുന്നു, സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ. ആമേൻ, ആമേൻ. കർത്താവിന്റെ മിഷൻ വളരുന്നത് പ്രാർത്ഥനയുടെ അടിത്തറയിന്മേലാണ്. പ്രാർത്ഥനയുടെ അടിത്തറയിന്മേലാണ് ദൈവരാജ്യ ശുശ്രൂഷകൾ വളരുന്നത്. വേണ്ട വിധം പ്രാർത്ഥനയില്ലെങ്കിൽ മിഷൻ വളരുകയില്ല. ദൈവരാജ്യ ശുശ്രൂഷകൾക്ക് നിലനിൽപ്പുണ്ടാവുകയില്ല. സഹോദരങ്ങളെ, പഴയ നിയമത്തിൽ വളരെ മനോഹരമായ ഒരു സംഭവം പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലാണ് കാണുന്നത്. റഫീദീമിൽ വെച്ച് ഇസ്രായേൽ ജനത്തെ ആക്രമിക്കാൻ അമലേക്കിന് വരികയാണ്. ഈ വിവരം അറിഞ്ഞ കർത്താവിൻ്റെ പ്രവാചകനായ ദൈവജനത്തിൻ്റെ നേതാവായ, ഇത് നമ്മൾ ലീഡേഴ്സ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. കുടുംബത്തിൽ കുടുംബനാഥനും കുടുംബനാഥയും, വൈദികർ, സമർപ്പിതർ, മിനിസ്ട്രി ലീഡേഴ്സ്, നേതൃത്വ സ്ഥാനങ്ങളിലായിരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. എന്താണ് അവർ ചെയ്തത്? 17-ാം അധ്യായം 8-ാമത്തെ വാക്യം പെട്ടെന്ന് വായിക്കാം. 17-8. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ പരിശുദ്ധ വചനം പറയും. അപ്പോൾ മോശ ജോഷയോട് പറഞ്ഞു, അമലേക്ക് റഫീദീമിൽ വന്ന് ഇസ്രായേൽക്കാരെ ആക്രമിച്ചപ്പോൾ ആളുകളെ തെരഞ്ഞെടുത്ത് അമലേക്കരുമായി യുദ്ധത്തിന് പുറപ്പെടുക. ഞാൻ നാളെ ദൈവത്തിന്റെ വടി കയ്യിലെടുത്ത് മലമുകളിൽ നിൽക്കും, കർത്താവിന്റെ മുൻപിൽ നിൽക്കും. അതാ ശ്രദ്ധിക്കേണ്ടത്. ദൈവജനം ഒരു യുദ്ധത്തിലായി, പ്രതിസന്ധിയിലായി. അമലേക്കിന് വന്ന് അവർ യുദ്ധം ചെയ്യാണ് അവർക്കെതിരെ. മോശ പറഞ്ഞത്, ഞാൻ നാളെ കർത്താവിന്റെ മുൻപിൽ, സീനായ് മലയിൽ കർത്താവിന്റെ മുൻപിൽ ഞാൻ നിൽക്കും. മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട വന്യവൈദികരെ, സമർപ്പിതരെ, മിനിസ്ട്രി ലീഡേഴ്സ്, ദൈവജന ശുശ്രൂഷകരെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മുൻപിൽ നിൽക്കുവാൻ നമുക്കൊരു തീരുമാനമുണ്ടെങ്കിൽ നമ്മുടെ എതിരെ വരുന്ന ഏത് പ്രതിസന്ധിയെയും, എത്ര കൊടിയ വിപത്തിനെയും, നമ്മൾ നേരിടുന്ന എത്ര കഠിനമായ ക്ലേശത്തെയും കർത്താവ് കൈകാര്യം ചെയ്തോളൂ. അത് ഏത് വിഷയമാണെങ്കിലും അത് കർത്താവ് ഏറ്റെടുക്കും. 10-11 വചനങ്ങളിൽ എന്താണ് പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നത്? മോശ പറഞ്ഞതനുസരിച്ച് ജോഷ് അമലേക്കിലുമായി യുദ്ധം ചെയ്തു. മോശ, അഹറോൻ, ഹൂർ എന്നിവർ മലമുകളിൽ കയറി നിന്നു. മോശ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നപ്പോൾ എല്ലാം ഇസ്രായേൽ വിജയിച്ചു കൊണ്ടിരുന്നു. കരങ്ങൾ താഴ്ത്തിയപ്പോൾ അമലേക്യർക്കായിരുന്നു വിജയം. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, യുദ്ധത്തെ നിയന്ത്രിച്ചത് എന്തായിരുന്നു? ഇസ്രായേൽ ജനത്തിന് യുദ്ധ പാഠവുമാണോ? ജോഷുവയുടെ യുദ്ധ മികവാണോ? ഒന്നുമായിരുന്നില്ല. മോശയുടെ പ്രാർത്ഥനയായിരുന്നു. മോശയുടെ പ്രാർത്ഥനയായിരുന്നു. സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ മക്കളെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ സഭയെ, നമ്മുടെ മിനിസ്ട്രികളെ, നമ്മുടെ സമൂഹങ്ങളെ, നമ്മുടെ സ്ഥാപനങ്ങളെ, കർത്താവിൻ്റെ മിഷൻ എല്ലാം നിയന്ത്രിക്കുന്നത് പ്രാർത്ഥനയായിരിക്കണം. പ്രാർത്ഥനയുടെ ആത്മാവായിരിക്കണം. പ്രാർത്ഥനയുടെ മാറ്റമില്ലാത്ത ശക്തിയെക്കുറിച്ച് പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നത്. മോശ കരങ്ങൾ ഉയർത്തിയപ്പോഴൊക്കെ ദൈവജനം വിജയിച്ചു. കരങ്ങൾ താഴ്ന്നപ്പോൾ ജനം പരാജയപ്പെട്ടു. അതിൻ്റെ അർത്ഥം പ്രാർത്ഥനയുടെ വിജയവും തോൽവിയും മോശയുടെ പ്രാർത്ഥനയിലായിരുന്നു. നമ്മളിന്ന് പരാജയപ്പെടുന്നുവെങ്കിൽ, നമ്മളിന്ന് തളർന്നു പോകുന്നുവെങ്കിൽ പ്രാർത്ഥിക്കുന്ന മോശമാരില്ലാത്തതാണ്. അത്ഭുതകരമായ വിജയം ഉണ്ടായി. മോശയുടെ കരങ്ങൾ താഴ്ന്നു. 12-13 വചനം നമുക്ക് വേഗത്തിലൊന്ന് വായിക്കാം. എന്താ പറയുന്നത്? പുറപ്പാട് പുസ്തകം 17, 12, 13 വചനങ്ങൾ ഒന്ന് വായിച്ച്.
മോശയുടെ കൈകൾ കുഴഞ്ഞു. അപ്പോൾ അവർ ഒരു കല്ല് നീക്കിയിട്ട് കൊടുത്തു. മോശ അതിന്മേലിരുന്നു. അഹറോനും ഹൂറും അവന്റെ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇരുവശങ്ങളിലും നിന്നു. സൂര്യാസ്തമയം വരെ അവന്റെ കൈകൾ ഉയർന്നു നിന്നു, കരങ്ങൾ ഉയർന്നു നിന്നു. 13-ാമത്തെ വചനം പഠിപ്പിക്കുക. എന്താ സംഭവിച്ച? 13-ാമത്തെ വചനം സ്വരമുയർത്തി വായിക്കുക. ജോഷ് അമലേക്കിനെയും അവന്റെ ആളുകളെയും വാളുകൊണ്ട് അരിഞ്ഞു വീഴ്ത്തി. ഈ വചനം വായിക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. മോശയുടെ ജോഷുവയുടെ യുദ്ധമികവ് കൊണ്ടല്ല. ഈ യുദ്ധത്തിൽ അവർക്ക് വിജയം കിട്ടിയത് മോശ കരങ്ങൾ ഉയർത്തി എല്ലാവരും നിയന്ത്രിക്കുന്നത് മോശയുടെ പ്രാർത്ഥനയായിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, പ്രാർത്ഥനയാൽ സാധ്യം. പ്രാർത്ഥനയിൽ വിജയമുണ്ട്. പ്രാർത്ഥനയിൽ ദൈവപരിപാലനയുണ്ട്. പ്രാർത്ഥനയിൽ അസാധ്യതകൾ സാധ്യതകളാകുന്നു. പ്രാർത്ഥനയിൽ കോട്ടകൾ തകരുന്നു. പ്രാർത്ഥനയിൽ മനസ്സാന്തരങ്ങൾ ഉണ്ടാകുന്നു. പ്രാർത്ഥനയിൽ റിവൈവലുകൾ ഉണ്ടാകുന്നു. പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മ പ്രവർത്തനങ്ങൾ വെളിപ്പെടുന്നു. സത്യം മനസ്സിലാക്കി കർത്താവിന്റെ മിഷനെ നമ്മൾ പ്രാർത്ഥിച്ച് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ കർത്താവ് പറഞ്ഞു, ലൂക്കാട് സുവിശേഷം 10-ാം അധ്യായം 2-ാമത്തെ വചനം. എന്താ കർത്താവ് പഠിപ്പിച്ചത്? അവൻ അവരോട് പറഞ്ഞു, കൊയ്ത്ത് വളരെ, വേലക്കാരോ ചുരുക്കം. അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാൻ കൊയ്ത്തിന്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ മിഷനെ ആത്മാർത്ഥമായി നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ നമുക്ക് മിഷനെ നൽകാനുള്ള ഏറ്റവും വലിയ ഓഫറിംഗ് എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയാണ്. വിശുദ്ധനായ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ സഭയോട് പറഞ്ഞു, കർത്താവിന്റെ മിഷനെ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ നമ്മുടെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന കൊണ്ട് മിഷനെ ശക്തിപ്പെടുത്തുക, പ്രാർത്ഥന കൊണ്ട് മിഷനെ വളർത്തുക, പ്രാർത്ഥന കൊണ്ട് കർത്താവിന്റെ മിഷന്റെ അതിരുകളെ വിശാലമാക്കുക, പ്രാർത്ഥന കൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ പൊതിയുക, പ്രാർത്ഥന കൊണ്ട് നമ്മുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കുക, പ്രാർത്ഥന കൊണ്ട് സഭയെ ശക്തിപ്പെടുത്തുക. നമുക്കതിനായി തീരുമാനമെടുക്കാം, നമുക്കതിനായി ഒരുങ്ങാം. പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയുടെ ആത്മാവായി അനേകരെ അഭിഷേകം ചെയ്യാൻ പോകുന്ന സമയം. തുറന്നു വരുന്ന ആരാധന നിമിഷങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. ഈ ഒരു അനോയിന്റിങ്ങിന് വേണ്ടി, ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കാം, തീരുമാനത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കും.